അടുത്ത ശ്രീനാരായണ ഗുരു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ പാർട്ട് 3 ആണ്. അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഒന്നാണ് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ് ആരായിരുന്നു? ശശി തരൂരായിരുന്നു. ഡോക്ടർ ശശി തരൂരായിരുന്നു പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ്. അപ്പോൾ പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ് ഡോക്ടർ ശശി തരൂരായിരുന്നു. ഡോക്ടർ ശശി തരൂർ. അടുത്തൊരു ഫാക്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലാണ്. നവി മുംബൈയിലാണ് ഇന്റർനാഷണൽ എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലാണ്. നവി മുംബൈ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് നവി മുംബൈ സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലാണ് നവി മുംബൈ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ് ഡോക്ടർ ശശി തരൂർ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സെന്റർ സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്തൊന്നാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? കന്നേറ്റിക്കായലിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലാണ്. വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ. കന്നേറ്റിക്കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കരുനാഗപ്പള്ളിയിൽ. അടുത്തൊരു ഫാക്റ്റ് ആണ് ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്ന സ്ഥലം എവിടെയാണ്? ബോട്ട് റേസ് നടക്കുന്നത് കുമരകത്ത് വെച്ചിട്ടാണ്. ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? കുമരകം. ബോട്ട് റേസ് നടക്കുന്നത് കുമരകത്തിൽ വെച്ചിട്ടാണ്. കുമരകം. അടുത്ത് പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വചനങ്ങൾ നോക്കാം. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് മറ്റ് നവോത്ഥാന നായകന്മാർ പറഞ്ഞതാണ്. അതിലൊന്നാമത്തത് ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല. ഒന്നാമത്തത് ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല എന്ന് ടാഗോർ പറഞ്ഞതാണ്. അപ്പോൾ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞതാണ്. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വചനങ്ങളാണ്. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല. അപ്പോൾ
ഒന്നാമത്തെ നോക്കിക്കേ, ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല എന്ന് ശ്രീ നാരായണ ഗുരുവിനെ പറ്റി ടാഗോർ പറഞ്ഞതാണ്. ടാഗോർ പറഞ്ഞതാണ്. ടാഗോറാണ് ഇപ്രകാരം പറഞ്ഞത്. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല. അടുത്തൊരു വചനമാണ്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, അത് കേരളത്തിന്റെ തെക്കേ അറ്റത്തെ വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമില്ല. അപ്പോ CF ആൻഡ്രൂസ് പറഞ്ഞതാണ്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, കേരളത്തിന്റെ തെക്കേറ്റത്ത് വാണരുളും കേരളത്തിന്റെ തെക്കേറ്റത്തെ വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല. ശ്രീനാരായണ ഗുരുവല്ലാതെ. ഇതാരാണ് പറയുന്നത്? CF ആൻഡ്രൂസ് പറഞ്ഞതാണ്. CF ആൻഡ്രൂസ്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, കേരളത്തിന്റെ തെക്കേറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമില്ല. CF ആൻഡ്രൂസ് ആണ് പറഞ്ഞത്. ഈ രണ്ട് വചനങ്ങൾ ഒരിക്കൽ കൂടെ, ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റാരുമില്ല. ഇത് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞതാണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, കേരളത്തിന്റെ തെക്കേറ്റത്തെ വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമില്ല. ഇത് CF ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ഒരിക്കൽ കൂടി ഈ ഒരു 4 ഫാക്ട്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ് ഡോക്ടർ ശശി തരൂർ ആയിരുന്നു. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലാണ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇത് നവി മുംബൈ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായലിലാണ്. കന്നേറ്റി കായൽ സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിൽ. ബോട്ട് റേസ്, ശ്രീനാരായണ ഗുരു ട്രോഫി ബോട്ട് റേസ്, ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? കുമരകത്ത് വെച്ചിട്ടാണ്. കുമരകം. അടുത്ത ഒരു വചനമാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി, ശ്രീനാരായണ ഗുരുവിനെ എന്താണ്? ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം. ശ്രീനാരായണ ഗുരുവിനെ മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം. ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ്. ആര്? അയ്യങ്കാളി. ഇത് 3 വചനം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത്, ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായി മറ്റൊരാളുമില്ല. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞതാണ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, കേരളത്തിന്റെ തെക്കേറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല. ഇത് CF ആൻഡ്രൂസ് പറഞ്ഞതാണ്. CF ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞതാണ്.
അടുത്ത മൂന്നാമത്തത് ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായിട്ട് കാണണം, ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണമെന്ന് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്നത് ആര്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഒരു ഫാക്റ്റാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ആരെന്ന് ചോദിച്ചാൽ ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. ശ്രീ ബോധാനന്ദ സ്വാമികൾ. ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. ആത്മീയ പിൻഗാമി ആരെന്ന് വെച്ചാൽ ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. ബോധാനന്ദ സ്വാമിയുടെ യഥാർത്ഥ നാമം, ഈ ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വേലായുധനാണ്. വേലായുധനാണ് യഥാർത്ഥ നാമം. വേലായുധൻ. ശ്രീ ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം വേലായുധൻ എന്നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശി ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശി എന്നറിയപ്പെടുന്നത് ഏണസ്റ്റ് ക്ലർക്ക് ആയിരുന്നു. ഏണസ്റ്റ് ക്ലർക്ക് ആയിരുന്നു ശിഷ്യനായ വിദേശി ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് ക്ലർക്ക് ആയിരുന്നു ശിഷ്യനായ വിദേശി. അടുത്തൊരു ഫാക്റ്റ് ആണ്, ശ്രീനാരായണ ഗുരുവിന്റെ അവസാനത്തെ ശിഷ്യൻ ആരായിരുന്നു? അവസാനത്തെ ശിഷ്യൻ ആനന്ദ തീർത്ഥരായിരുന്നു അവസാനത്തെ ശിഷ്യൻ. അവസാന ശിഷ്യൻ ആരായിരുന്നു? ആനന്ദ തീർത്ഥർ. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ്? 1923 അപ്പൊ ഇതിൽ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരു ആയിരുന്നു. 1923 എന്താണ്? 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം. നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ്? നടരാജ ഗുരു ആയിരുന്നു. നടരാജ ഗുരു. ഇനി അടുത്തൊരു ഫാക്റ്റ് ആണ്, ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ഉയർന്ന പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൈതമുക്കാണ്. കൈതമുക്കിലാണ് ഉയർന്ന പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പ്രതിമ കൈതമുക്ക്. അപ്പോൾ ഇത്രയും ശ്രീനാരായണ ഗുരുവിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട്സുകളാണ്. ഒരിക്കൽ കൂടെ, ആത്മീയ പിൻഗാമി, ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ശ്രീ ബോധാനന്ദ സ്വാമികളായിരുന്നു. ശ്രീ ബോധാനന്ദ സ്വാമികളുടെ യഥാർത്ഥ നാമം അറിയപ്പെടുന്ന പേര് വേലായുധൻ എന്നായിരുന്നു. വേലായുധൻ. ശ്രീനാരായണ ഗുരുവിന്റെ വിദേശിയായിട്ടുള്ള ശിഷ്യൻ എന്ന് പറയുന്നത് ഏണസ്റ്റ് ക്ലർക്കാണ്. വിദേശിയായിട്ടുള്ള ശിഷ്യൻ. ഗുരുവിന്റെ അവസാന ശിഷ്യൻ ആരായിരുന്നു? ആനന്ദ തീർത്ഥരും. വിദേശിയായ ശിഷ്യൻ ഏണസ്റ്റ് ക്ലർക്ക്. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരായിരുന്നു? നടരാജ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ഉയർന്ന പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? കൈതമുക്ക്. തിരുവനന്തപുരത്തുള്ള കൈതമുക്കിലാണ് ഉയർന്ന പ്രതിമ സ്ഥാപിച്ചത്. അപ്പോൾ ഇത്രയും ശ്രീനാരായണ ഗുരുവിനെ പറ്റി ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിലുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് ഉള്ളത്.